ഹലോ, അസ്സലാമു അലൈക്കും. Walaikum assalam. Hello there. How can I help you today? എന്താണ് വിശേഷങ്ങൾ? സുഖമല്ലേ? Alhamdulillah. സുഖം തന്നെ. നിങ്ങൾക്ക് എന്തുണ്ട് വിശേഷം? എല്ലാം സുഖമാണോ? അൽഹംദുലില്ലാ, എല്ലാം സുഖമായിട്ടിരിക്കുന്നു. വളരെ സന്തോഷം. എന്തെങ്കിലും പ്രത്യേക സഹായം ആവശ്യമുണ്ടോ? ഞാനേ ഖുർആനിലെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായും ചോദിച്ചോളൂ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. ഈ ഖുർആനിലെ നമ്മൾ അതായത് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് എന്ന് പറയുന്ന ഒരു ആയത്തില്ലേ? അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് നമുക്ക് നിഷിദ്ധമാണ് എന്ന്, മനുഷ്യർക്ക് നിഷിദ്ധമാണെന്ന് അള്ളാഹു തആല പറയുന്നുണ്ടല്ലോ. അത് ഏതാണ് ആയത്ത്? പ്രധാനമായും ഖുർആനിലെ അൽ ബഖറ, അൽ മാഇദ 5:3, അൽ അൻആം 6:145, അൻ നഹൽ 16:115 എന്നീ ആയത്തുകളിലാണ് ഇതിനെക്കുറിച്ച് പരാമർശമുള്ളത്. സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. കൂടുതൽ അറിയണമെന്നുണ്ടോ? എന്താണ് സൂറത്തുൽ മാഇദയിലെ പറയുന്ന ആയത്ത്? ഏതാണ്? സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിൽ പറയുന്നത് ശവം, രക്തം, പന്നിയുടെ മാംസം, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്, ശ്വാസം മുട്ടിച്ചത്തത്, അടിച്ചേൽപ്പിച്ചത്, വീണ് ചത്തത്, കുത്തേറ്റ് ചത്തത്, വന്യമൃഗങ്ങൾ കടിച്ചു ചത്തത് എന്നിവയെല്ലാം നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. കൂടാതെ പ്രതിഷ്ഠകൾക്ക് വേണ്ടി അറുക്കുന്നതും വിലക്കിയിട്ടുണ്ട്. ഇതാണ് ആ ആയത്തിന്റെ പ്രധാന ഭാഗം. ഇത് എത്രാമത്തെ സൂറത്താണ്? ഏതാണ് ആയത്ത്? ഇത് വിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ സൂറത്തായ സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്താണ്. അറബിയിൽ ഇതിനെ സൂറത്തുൽ മാഇദ ആയത്ത് 3 എന്ന് പറയും. ഒരു സെക്കൻഡ് ചെക്ക് ചെയ്തോ. ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് എന്ന്. ഒരു പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ചു കാണില്ല. ഓക്കെ. അൽ ബഖറ സൂറത്തിലില്ലേ? അത് 2-ാമത്തെ ആയത്തിൽ സൂറത്തിലുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് ഏതാ ആയത്ത്? അൽ ബഖറ സൂറത്തിലെ 173-ാമത്തെ ആയത്താണത്. അതിൽ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ വീണ്ടും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ആയത്ത് മുഴുവനായി വേണോ? അതൊന്ന് കേൾക്കായിരുന്നു. തീർച്ചയായും. അൽ ബഖറ സൂറത്തിലെ 173-ാമത്തെ ആയത്തിന്റെ ഏകദേശ അർത്ഥം ഇതാണ്: ശവം, രക്തം, പന്നിയുടെ മാംസം, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് എന്നിവയല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടില്ല. എന്നാൽ ആരെങ്കിലും നിർബന്ധിതനായാൽ അക്രമകാരിയോ അതിരു കവിയുന്നവനോ അല്ലാതെ അവന് കുറ്റമില്ല. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഇതാണ് ആ ആയത്തിന്റെ അർത്ഥം. ഈ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ എന്ന് ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഉദാഹരണത്തിന് ബദരീങ്ങളുടെ പേരിൽ നമുക്ക് അറുത്ത് കഴിക്കുന്നത് അങ്ങനെ പറ്റുമോ? അപ്പോൾ അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെടുന്നത് നിഷിദ്ധമാണെന്ന് ആ ആയത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ വ്യക്തമായോ? ഓക്കെ. ഇനി മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ നമുക്ക് അറുക്കാമോ? മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിലായാലും അത് അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കുന്നതിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അറുപ്പ് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ഇക്കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പൊ അള്ളാഹുവിന്റെ പേരിൽ അറുത്തത് മാത്രമേ നമുക്ക് ഹലാലായിട്ട് മാറുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഹറാമാണ് അല്ലേ? അതെ. ഇസ്ലാമിക നിയമം അനുസരിച്ച് അല്ലാഹുവിന്റെ പേരിൽ അറുത്തത് മാത്രമേ ഹലാലായി കണക്കാക്കപ്പെടുകയുള്ളൂ. അല്ലാത്ത പക്ഷം അത് ഹറാമാണ്. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അത് അറുക്കണ സമയത്ത് നമ്മൾ അള്ളാഹുവിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ടാണല്ലോ അറുക്കുന്നത്. അതുകൊണ്ട് ശരിയാവുമോ?
അതെ, അറുക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കുന്നത് പ്രധാനമാണ്. അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കാതെ അറുക്കുന്നത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? ആ, അതായത് നമ്മൾ നേർച്ചയാക്കുന്നത് മൊയ്തീൻ ഷേഖിൻ്റെ പേരിൽ നേർച്ചയാക്കുക. മൊയ്തീൻ ഷേഖിൻ്റെ പേരിൽ നേർച്ചയാക്കിയിട്ട് അല്ലെങ്കിൽ ബദരീങ്ങളുടെ പേരിൽ നേർച്ചയാക്കിയിട്ട് നമ്മൾ അറുക്കുന്നതാണ്. അപ്പോൾ അത് ശരിയാവുമോ? ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ച് നേർച്ചകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. മൊയ്തീൻ ഷെയ്ഖിന്റെയോ ബദരീങ്ങളുടെയോ പേരിൽ നേർച്ചയാക്കി അറുക്കുന്നത് ഇസ്ലാമികമായി അനുവദനീയമല്ല. ഇത് സംബന്ധിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ? ആ, കുറച്ചും കൂടെ അറിഞ്ഞാൽ തിരക്കിടില്ല. ഇസ്ലാമിൽ ആരാധനകളും അനുഷ്ഠാനങ്ങളും അള്ളാഹുവിനു വേണ്ടി മാത്രമാണ്. നേർച്ചകളും അതിൽപ്പെടുന്നു. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കുകയോ അറുക്കുകയോ ചെയ്യുന്നത് ഷിർക്ക്, അതായത് ബഹുദൈവ വിശ്വാസമായി കണക്കാക്കപ്പെട്ടത് ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്നാണ്. കൂടുതൽ വ്യക്തത ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. ബൈ ബൈ. വാലൈക്കും അസ്സലാം. നിങ്ങളുടെ സംശയങ്ങൾ തീർന്നു എന്ന് കരുതുന്നു. മറ്റെന്തെങ്കിലും അറിയണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. നന്ദി. ഓക്കെ.